മീറ്റ് ചെയ്യുന്ന ആടുത്തിരി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 50 മിനിറ്റ് ഉള്ള ഒരു പീക്ക് എൻ്റർടൈനർ. സാത്താൻ സേവറിൻ്റെ ഇൻട്രോ തിയേറ്റർ എന്താ പറയുന്നത്, ലിറ്ററലി കുലുങ്ങി സാധനമായിരുന്നു സാത്താൻ സേവറിൻ്റെ ഇൻട്രോ. അതേപോലെ തന്നെ ഡ്യൂഡിൻ്റെ സെക്കൻഡ് ഇൻട്രോ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ഹൗസ് ഫുൾ ക്രൗഡിൻ്റെ കൂടെ ഇരിക്കുവാണെങ്കിൽ തിയേറ്റർ ശരിക്കും കുലുങ്ങും. ലിറ്ററലി ആ ഒരു ഓളം നമുക്കത് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇത് ആട് ഫസ്റ്റും സെക്കൻഡും അപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, സ്കെയില് കുറച്ച് വലുതാണ്. ആ പോർഷനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അവരെന്താ പറയുന്നത് മേക്കിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് പ്രോപ്പർട്ടിയും കാര്യങ്ങളും ആ കാലഘട്ടം കാണിക്കുന്നതും എല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അവർ ഇതിൻ്റെ അകത്ത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അടുത്ത പാർട്ടിന് വേണ്ടി അവർ ജസ്റ്റ് ഒരു വെച്ചിരിക്കുന്ന ഒരു ബേസ് മാത്രമാണ്. അവരിന്ന് ജസ്റ്റ് ഈ വേൾഡ് ഒന്നവരെ നമ്മളെല്ലാം പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. പ്രസൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് അമ്മാതിരി ഹൈ ലെവലിൽ ഒരേ ഗ്രാഫിൽ ഇങ്ങനെ പീക്കായിട്ട് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഈ പാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് പിടിച്ച് നിൽക്കാനുള്ളൊരു സെറ്റപ്പ് നമുക്ക് തോന്നത്തില്ല. സിനിമയ്ക്കകത്ത് കഥയോ കാര്യങ്ങളോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും നോക്കിയല്ല നമ്മൾ പോകുന്നത് എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് ഓളം വെച്ച് ഈ പടം കാണണം. അതിന് സത്യം പറഞ്ഞ ഒരു നല്ല തിയേറ്ററിൽ കയറുക, അത്യാവശ്യം നല്ല ക്രൗഡിൻ്റെ കൂടെ ഇത് പടം കണ്ടു കഴിഞ്ഞാണല്ലോ പീക്ക് എൻ്റർടൈൻമെൻറ്റാണ്, നിങ്ങൾക്ക് ഗ്യാരണ്ടി സാധനമാണ്.